അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ നിദാഇന്റെ യാഇന്റെ അർത്ഥം പടച്ചവനെ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നാണ്. നിദാഇന്റെ യാഇന് അറബി പണ്ഡിതന്മാർ, വ്യാകരണ പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിയെ എന്നെ സഹായിക്കണേ എന്നാണ്. അതുകൊണ്ടാണ് ചില ഉൽപ്പതിഷ്ണുക്കളായ ആൾക്കാർ പറയുന്നത് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു പോകരുത്, അങ്ങനെ വിളിച്ചാൽ നബിയോട് സഹായം ചോദിക്കും. അങ്ങനെ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹിനോടല്ലേ സഹായം ചോദിക്കേണ്ടത്, നബിയോട് സഹായം ചോദിച്ചാൽ മുശ്രിക്കായി പോകുമെന്ന് ചില താൽക്കാലിക ബുദ്ധിയുടെ ഉടമസ്ഥരായ ചില ആൾക്കാർ പറയുന്നത്. നമ്മുടെ ഉലമാക്കൾ പറയുന്നു യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാലും നബിയെ എന്ന് വിളിച്ചാലും അള്ളാഹുവും റസൂലും രണ്ടാണ്. അള്ളാഹു സൃഷ്ടാവാണ്, റസൂൽ സൃഷ്ടിയാണ്. എത്ര തന്നെ നീ പുകഴ്ത്തിയാലും അള്ളാഹുവിന്റെ സ്ഥാനത്തോളം റസൂലിന്റെ സ്ഥാനം എത്തില്ല. അതുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും നീ മുശ്രിക്കാകില്ല. അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങളുടെ ജീവിതകാലത്ത് സഹാബത്ത് അഭിസംബോധന ചെയ്തിരുന്നത് യാ റസൂലല്ലാഹ് എന്ന് തന്നെയായിരുന്നു. ശേഷം വരുന്ന ഉലമാക്കൾ അഭിസംബോധന ചെയ്തിരുന്നത് മദ്ഹബിന്റെ മുജ്തഹിദീങ്ങളായ കറകളഞ്ഞ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഉലുൽ അംറുകളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അഭിസംബോധന ചെയ്തിരുന്നത് യാ റസൂലല്ലാഹ് എന്ന് തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ഈ വിശുദ്ധമായ ദുആ മുത്തുനബി തന്റെ മകൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ദുആയുടെ തുടക്കം അള്ളാഹുവേ നിന്നോട് ഞാൻ ഇതാ സഹായം ചോദിക്കുന്നു. എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ സർവശക്തനായ അള്ളാഹുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം അള്ളാഹു സഹായം കൊടുക്കാതെ, അള്ളാഹിന്റെ കാരുണ്യമില്ലാതെ, അവന്റെ കരുണയില്ലാതെ, അവന്റെ സഹായമില്ലാതെ ലോകത്ത് ഒരു മനുഷ്യനും, അത് നബിയാകട്ടെ വലിയാകട്ടെ ആര് തന്നെയാകട്ടെ, അവർക്ക് സഹായിക്കാൻ കഴിയില്ല. അള്ളാഹു സഹായിക്കാനുള്ള കഴിവ് കൊടുത്താൽ തീർച്ചയായിട്ടും അതിനുള്ള സഹായം ഉണ്ടാകും. അതിനുള്ള തെളിവാണ് മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹിന്റെ റസൂൽ, സാധാരണ ഒരു മനുഷ്യന് യാത്ര പോകാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി മദീനയിൽ നിന്നും മസ്ജിദുൽ അഖ്സ, പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് മാത്രം നമ്മൾ കണക്കുകൂട്ടും 3000 കിലോമീറ്ററോളം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിമാനത്തിൽ പോവുകയാണ് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യേണ്ട ആ സ്ഥലത്ത് രാത്രി കൊണ്ട് പോയി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹ് കഴിവുപെടുത്താൻ അവർക്ക് സാധിക്കും. അങ്ങനെ എത്രയെത്രയോ അത്ഭുതങ്ങൾ. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ സർവശക്തനായ, സർവേശ്വരനായ, സർവഗുണ സമ്പന്നനായ അല്ലാഹു ജല്ല ജലാലുഹു. ആ കഴിവ് നമ്മൾ ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ആ കഴിവ് നമ്മൾ ആർക്കും പങ്കുവെച്ചു കൊടുക്കാൻ പാടില്ല. സർവശക്തനായ റബ്ബേ, നിന്റെ കഴിവാണ്, നിന്റെ സഹായമാണ്, നിന്റെ കാരുണ്യമാണ്, നിന്റെ കാവലാണ്. ആ അല്ലാഹുവിനെ വിളിക്കാൻ യാ ഹയ്യു യാ ഖയ്യൂം, ഈ ദുആയുടെ തുടക്കം യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹ്, നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന റബ്ബേ, നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്ന അല്ലാഹ്. ബിറഹ്മതിക അസ്തഗീർ, ബിറഹ്മതിക അസ്തഗീർ. റസൂലുള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആയാണ് നബി. സഹോദരങ്ങളെ, ബിറഹ്മതിക അസ്തഗീർ, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് സഹായം ചോദിക്കുന്നു. നിന്റെ കാരുണ്യം കൊണ്ട് എന്നോട് സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കരുണയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളും ഒരു സൂറത്ത് ഒഴിച്ച് ബാക്കി 113 സൂറത്തുകളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്. ഓരോ ദിവസവും ഇവിടെ സൂര്യൻ ഉദിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ഇല്ല എന്ന് പറയുന്നവർക്കും വെളിച്ചം കിട്ടുന്നില്ലേ? ചിന്തിച്ചു നോക്കി നിങ്ങൾ. അല്ലാഹ് ഇല്ല, ദൈവമില്ല, ദൈവമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ അവന്റെ സ്വത്ത് മുഴുവനും കൊടുക്കാം എന്ന് വാദിച്ച് നടക്കുന്ന എത്രയോ നിരീശ്വരവാദികൾക്കും ആ സൂര്യന്റെ പ്രകാശം കിട്ടുന്നില്ലേ? കള്ളു കുടിക്കുന്നത് തെറ്റല്ല, വ്യഭിചരിക്കുന്നത് തെറ്റല്ല, മോഷ്ടിക്കുന്നത് തെറ്റല്ല, പ്രേമിക്കുന്നത് തെറ്റല്ല, സ്നേഹിക്കുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന മോശമായ നിലയിൽ ജീവിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അക്രമം ചെയ്യുന്ന ദുഷ്ടന്മാർക്ക് പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂര്യന്റെ പ്രകാശം കിട്ടുന്നില്ല, വായു കിട്ടുന്നില്ലേ? എത്ര ഒരു ദിവസം എത്രത്തോളം ശ്വസിക്കുകയാണ്, ആരും തടഞ്ഞു വെക്കുന്നില്ലല്ലോ. അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം, അതാണ് റബ്ബിന്റെ കരുണ, വിശാലമായ കരുണയുടെ ഉടമസ്ഥൻ. അവനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ്, അതാണ് അള്ളാഹുവിന്റെ ആ കാരുണ്യം. ആ കാരുണ്യം എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് നീ ചോദിക്കും മകളെ എന്ന് സ്വന്തം മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു സ്നേഹനിധിയായ ഒരു പിതാവ്.
ഒരു പിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഈ ദുആ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു വെറുതെ ആക്കൂ. പ്രത്യേകിച്ച് ഈ റജബ് മാസം, പ്രത്യേകിച്ച് ഷഅബാൻ മാസം, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന റമളാൻ മാസം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് മനുഷ്യനെ അവന്റെ തഖ്വ വർദ്ധിപ്പിക്കാനും അവന്റെ ഈമാൻ പുനഃപരിശോധിക്കാനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനും വേണ്ടിയല്ലേ പരിശുദ്ധ റമളാൻ നമുക്ക് തന്നത്? എന്തെങ്കിലും കാട്ടിക്കൂട്ടി ദിവസങ്ങൾ കഴിക്കാൻ വേണ്ടിയാണോ? അടുത്ത റമളാൻ ഒരുപക്ഷെ നമ്മൾ ജീവനോടെ ഇരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? എത്ര പേർ കഴിഞ്ഞ റമളാനിൽ ഇവിടെ ജീവിച്ചിരുന്നവർ എത്ര പേരെന്ന് മണ്ണിനടിയിലായല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സമയങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട സമയമാണ്. അവന്റെ കാരുണ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി അള്ളാഹുവിന്റെ റസൂൽ മേറാജ് പോയ രാത്രി. നാളെ നോമ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഉലമാക്കൾ പഠിപ്പിക്കുന്നു, നാളത്തെ ദിവസം നോമ്പ് പിടിക്കണം. നോമ്പ് പിടിക്കൽ സുന്നത്താണ്. കഴിയുന്നവർ പിടിക്കട്ടെ, ഇല്ലാത്തവർ ആക്ഷേപിക്കണ്ട. കഴിയുന്നവർ പിടിക്കട്ടെ, ഇല്ലാത്തവർ നിനക്ക് തോന്നുന്നില്ലെങ്കിൽ പിടിക്കണ്ട. നീ എന്തിനത് ആക്ഷേപിക്കുന്നു? ഒരു പക്ഷേ അത് സത്യമാണെങ്കിൽ സത്യം തന്നെയാണ്. നമ്മുടെ വിശ്വാസം സത്യം തന്നെയാണ്. ഇമാമിയങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. അവരൊരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചവരാ. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം പോലും വെച്ച് ചേർക്കാൻ, കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കാത്ത, സ്വന്തം ശരീരവും സമ്പത്തും മനസ്സും ചിന്തകളെല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ച, പകലും രാത്രിയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച, പകൽ സമയം നോമ്പ് പിടിച്ചുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ മാറ്റിവെച്ച മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിനെതിരായവർ പറയുകയില്ല. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവരാണ്. അപ്പോ അതിന് നമുക്ക് വിശ്വാസമുള്ളവർ അത് പിടിച്ചോട്ടെ, ഇല്ലാത്തവർ പിടിക്കണ്ട. നീ ആക്ഷേപിക്കണ്ട. അത് സത്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെങ്കിൽ നീ ആക്ഷേപിച്ചതിന്റെ പേരിൽ നാളെ അള്ളാഹുവിനോട് നീ സമാധാനം പറയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് സമാധാനം പറയേണ്ടി വരില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ രാത്രിയിൽ നമ്മൾ കൂടുതൽ ദുആ ചെയ്യേണ്ട, കൂടുതൽ പ്രാർത്ഥിക്കേണ്ട, റബ്ബിനോട് കേഴേണ്ട, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ട സന്ദർഭം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. പൊന്നു മകൾക്ക്, മകളെ ബിറഹ്മതിക അസ്തഗീസ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് റബ്ബിനോട് നീ ദുആ ചെയ്യുക. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ലാ തഖിൽനി ഇലാ നഫ്സി തുറഫത ഐനിൻ, അല്ലാഹുവേ ഒരു നിമിഷം പോലും, എന്റെ കണ്ണ് ചിമ്മുന്ന ഒരു നിമിഷം പോലും എന്റെ കാര്യത്തെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. എന്റെ കാര്യത്തെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. എന്റെ ജീവിതത്തിന്റെ സർവ്വ സമയങ്ങളിലും, എന്റെ ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ മിടുക്ക് കൊണ്ടാണ് ഞാൻ ഇത് സമ്പാദിച്ചത്, എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇത് നേടിയെടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യമാണിത്. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. മുത്തുനബി പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. നമുക്കൊരു സ്ഥാനം കിട്ടിയാൽ, നമുക്കൊരു സമ്പത്ത് കിട്ടിയാൽ, നമുക്കൊരു അറിവ് കിട്ടിയാൽ, നമുക്കൊരു ജീവിതം കിട്ടിയാൽ അവിടെയെല്ലാം റബ്ബിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അളവറ്റ ഔദാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് ആ ഔദാര്യം നിലനിർത്തി തരണേ എന്ന ഒരു ചിന്തയായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു നിമിഷം പോലും നമ്മുടെ കാര്യം നമ്മിലേക്ക് ഏൽപ്പിച്ചാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, നീ ദുആ ചെയ്യണേ, അല്ലാഹുവേ ഒരു നിമിഷം പോലും വലാ തഖിൽനി ഇലാ നഫ്സി തുറഫത ഐനിൻ, ഒരു കണ്ണ് ചിമ്മാൻ എത്ര സമയമെടുക്കും എന്റെ പ്രിയപ്പെട്ടവരെ? ആ നിമിഷം പോലും എന്റെ കാര്യത്തെ അല്ലാഹുവേ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. നീ എന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാവെന്ന് ഒരു പെൺകുട്ടി ദുആ ചെയ്യുമ്പോ കാമുകന്റെ കണ്ണിന്റെ മുമ്പിൽ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺകുട്ടികൾ പോവുക? എങ്ങനെയാണ് എന്റെ പെൺകുട്ടികൾ പോവുക? അവളുടെ മനസ്സിനകത്ത് മാടി വിളിക്കുമ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയല്ലേ? സർവശക്തനായ നാഥന്റെ സവിധത്തിൽ ഒരുക്കപ്പെട്ട സുന്ദരമായ അനുഭൂതികളാണോ? ഈ താൽക്കാലികമായ കാമുകന്റെ പ്രേമ വിളിയാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടെന്നൊരു സംഘടനം ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോ അവിടെ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിനെയല്ലേ, അള്ളാഹിന്റെ റസൂലിനെയല്ലേ? അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ പ്രാർത്ഥന, അള്ളാഹുവേ ഒരു നിമിഷം പോലും എന്റെ കാര്യത്തെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. എന്റെ കാര്യത്തെ തീരുമാനിക്കുന്നത് നീയായിരിക്കണം അല്ലാ. എന്റെ കാര്യത്തെ നിശ്ചയിക്കുന്നത് നീയായിരിക്കണം അല്ലാ. എന്റെ പഠനത്തെ നിശ്ചയിക്കുന്നത് നീയായിരിക്കണം അല്ലാ. എന്റെ ജീവിതത്തെ, എന്റെ ഭാവി ജീവിതത്തെ, എനിക്ക് വരാൻ പോകുന്ന ഭർത്താവിനെ പോലും
അല്ലാഹുവേ നീയാണ് റബ്ബേ നിശ്ചയിച്ചു തരേണ്ടതല്ല. എന്റെ ജീവിതവുമായി ഇണങ്ങി പോകുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്റെ മക്കളെ സംരക്ഷിക്കുന്ന, വയസ്സായ സമയത്ത് ഞാൻ രോഗശൈലിയിൽ കിടക്കുമ്പോഴും എന്റെ ഭാര്യയാണ്, എന്റെ പ്രിയതമയാണ്, ആരോഗ്യമുള്ള സമയം എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ പൊന്നുമോള്, എന്റെ ഭാര്യ, എന്റെ സഹോദരി എന്ന വിചാരത്തിൽ എന്നെ സംരക്ഷിക്കുന്ന ഒരു കുടുംബ ബന്ധം നീ എനിക്ക് തരണേ അല്ലാ എന്നൊരു ചിന്ത ആ പെൺകുട്ടിയുടെ മനസ്സിനകത്തേക്ക് കടന്നു വരണമെങ്കിൽ അല്ലാഹുവേ സർവ്വ കാര്യങ്ങളും നീ തന്നെ ഏറ്റെടുക്കണം അല്ലാ എന്ന പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വലാ തഖിൽനി നഫ്സി ഇത്റഫത ഐനിൻ, ഒരു കണ്ണു ചെന്നുന്ന നിമിഷം പോലും അല്ലാഹുവേ എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ, എന്റെ സർവ്വ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. എന്റെ മോഹങ്ങൾ പലതാണ് അല്ലാ, എന്റെ ആഗ്രഹങ്ങൾ പലതാണ് റബ്ബേ, എന്റെ രോഗങ്ങൾ പലതരം രോഗങ്ങളുണ്ട് റബ്ബേ, എല്ലാം ഞാൻ മരുന്നുകൊണ്ട് മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും നിന്റെ ശിഫയാണ് റബ്ബേ ഏറ്റവും വലിയ ശിഫ. ലോകം കണ്ട ഏറ്റവും വലിയ ആശുപത്രികളിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറാത്ത മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട് മരണപ്പെട്ടു പോയ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ആശുപത്രിയിൽ നിന്നുകൊണ്ട് ചികിത്സിച്ചിട്ട് ലോകത്തെ മുഴുവൻ മലയാളികളും ഒരു ജീവന് വേണ്ടി കേണാം, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠയായ വിദ്യാഭ്യാസ വിചക്ഷയെന്ന് വിശേഷിപ്പിച്ച, ലോകത്തെ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ എന്ന് വിശേഷിപ്പിച്ച ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട സഹോദരിയുടെ ജീവിതം തിരിച്ചു കിട്ടാൻ, ജീവൻ തിരിച്ചു പിടിക്കാൻ ആശുപത്രിയുടെ അധികൃതർക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ശിഫ അവിടെ വന്നില്ല. മരുന്ന് നാം കഴിക്കുകയാണെങ്കിലും റബ്ബിന്റെ ശിഫയാണ് വരേണ്ടത്. സർവ്വ കാര്യങ്ങളും അല്ലാഹുവേ നീയാണ് ഏറ്റെടുക്കേണ്ടത്. എന്തർത്ഥമുള്ള പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, എന്തൊരർത്ഥമുള്ള പ്രാർത്ഥനയാണ്. അള്ളാന്റെ റസൂല് മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, വലാ തഖിൽനി നഫ്സി ത്വറഫത ഐൻ, എന്നിട്ട് പറയുന്നു വാസ്ലിഹി ശഅനി കുല്ലഹു, അല്ലാഹുവേ എന്റെ കാര്യങ്ങൾ മുഴുവനും നീ എനിക്ക് നന്നാക്കി തരണേ അല്ലാ, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ എനിക്ക് നന്നാക്കി തരണേ അല്ലാ. ഈ പ്രാർത്ഥന ഒരു പൊന്നുമോൾ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ചെയ്യാവുന്ന പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി പറയുന്നു വഅസ്ലിഹി ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി താ അല്ലാ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു ചെറുപ്പക്കാരി ദുആ ചെയ്യുമ്പോൾ എന്താ അവളുടെ ഏറ്റവും മോഹം എന്താ? എന്റെ പ്രിയപ്പെട്ട നല്ലൊരു ജീവിതമല്ലേ, ഒരു കുടുംബ ജീവിതമല്ലേ, ഏറ്റവും നല്ലൊരു ഭർത്താവ്, എന്നെ സ്നേഹിക്കുന്ന, എന്റെ കുറവുകൾ അറിയുന്ന, എന്റെ പോരായ്മകൾ മനസ്സിലാക്കി എനിക്ക് മഹത്വം തരുന്ന ഒരു നല്ല ഭർത്താവ് എന്നൊരു ചിന്ത അവളുടെ ഹൃദയത്തിലുണ്ടാകും. എവിടെയെങ്കിലും വഴിവക്കിൽ നിന്നുകൊണ്ട് കണ്ണും മൂക്കും കാണിക്കുന്നവന്റെ പിന്നാലെ ഇറങ്ങി പോകാൻ നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. വാപ്പയെ വേദനിപ്പിച്ച്, ഉമ്മയെ വേദനിപ്പിച്ച്, ഇതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് മുഖത്തടിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി ഉമ്മയോടും വാപ്പയോടും നന്ദികേട് കാണിക്കുന്ന പെൺകുട്ടികൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അവരുടെ ആ ചിന്തകളെ തടയിടാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ എന്റെ കാര്യം മുഴുവനും നീ നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി താ അല്ലാ, ഞാൻ തിരഞ്ഞെടുക്കുന്ന എന്റെ ഇണ ഒരു നല്ലതാക്കി താ അല്ലാ, പടച്ചവനെ എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ നീ നന്നാക്കി താ അല്ലാ, എന്റെ വിദ്യാഭ്യാസത്തിന്റെ തുടർഭാഗങ്ങൾ അല്ലാഹുവേ നല്ലൊരു പരിസമാപ്തിയിൽ എത്തിച്ചു താ അല്ലാ, എന്റെ യുവത്വകാലം, എന്റെ വീട്, എന്റെ വാർദ്ധക്യകാലം, എല്ലാത്തിലും ഉപരി ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, ഈ ലോകത്ത് നിന്ന് ഞാൻ യാത്ര പറഞ്ഞു പോകുമ്പോ, എന്റെ ഭർത്താവിനെ പിരിഞ്ഞു പോകുമ്പോ, എന്റെ ഉമ്മയെ പിരിഞ്ഞു പോകുമ്പോ, എന്റെ മക്കളെ പിരിഞ്ഞു പോകുമ്പോ, എന്റെ വീടിനോട് സലാം പറഞ്ഞ് ഞാൻ പോകുന്ന ഒരു ദിവസം, എന്നിട്ട് ഒറ്റപ്പെട്ടു പോയി ഞാൻ കിടക്കുന്ന കബറിലും അല്ലാഹുവേ എനിക്ക് നീ നന്നാക്കി തരണേ അല്ലാ, ആ കബറിന്റെ വെളിച്ചം നീ നിലനിർത്തി തരണേ അല്ലാ, ആ കബറിൽ നീ സുഖം തരണേ അല്ലാ, ആ കബറിൽ നിന്ന് അങ്ങോട്ട് മഹ്ശറയിലും അവിടെ നിന്ന് സ്വർഗത്തിൽ പോകുമ്പോഴും റബ്ബേ നിന്റെ കാവലുണ്ടാകണമെന്ന് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥവ്യാപ്തിയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ പ്രാർത്ഥന എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ സഹോദരങ്ങളും ചെയ്യണം, പതിവായി ചെയ്യണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ ലാ തഖിൽനി ഇലാ നഫ്സി തർഫത ഐനി വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ദുആ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കനിയാപുരം മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട വാഫിയിലെ
ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചയും സ്ത്രീകൾക്ക് വേണ്ടി, ആണുങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമാ ഖുതുബയിലൂടെയും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലൂടെയും അവർക്ക് വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സഹോദരിമാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർക്ക് ഇതുപോലുള്ള പ്രാർത്ഥനകളും ഇതുപോലുള്ള ദുആകളും പഠിപ്പിച്ചു കൊടുക്കാൻ, ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ 1 മണിക്കൂർ നേരം. നമ്മുടെ എത്രയോ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ജീവിതത്തിൽ. എത്രയോ സമയങ്ങൾ എവിടെയെല്ലാം പോയി ക്യൂ നിന്ന്, ഏതെല്ലാം ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ മുമ്പിൽ, കറണ്ട് ഓഫീസ്, അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ മുമ്പിൽ, ഓരോ ഓഫീസുകളുടെ മുമ്പിൽ, പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ, വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ എത്രയോ സമയങ്ങൾ ക്യൂ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതുപോലെ 1 മണിക്കൂർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച് നമ്മുടെ കുട്ടികൾക്ക് അത് പകർന്നു കൊടുത്താൽ, നമ്മുടെ പെൺകുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്താൽ, അത് വലിയൊരു സമ്പാദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുവാനുള്ളത്, എന്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, പരമാവധി നിങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക. അതിനുള്ള എല്ലാ സൗകര്യവും എല്ലാ ചുറ്റുപാടും ബഹുമാനപ്പെട്ട കമ്മിറ്റി അത് ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു തആല അതിന് പ്രോത്സാഹനം കൊടുത്ത, അതിനെ സഹായിച്ച, അതിനൊരുക്കി തന്ന അതിന്റെ ഭാരവാഹികൾക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അവരുടെ ജീവിതങ്ങളിൽ അല്ലാഹു തആല ഗുണവും ബറക്കത്തും കൊടുക്കട്ടെ. ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ മഹല്ലിന്റെ നിവാസികൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും അവരുടെ പുരോഗമന പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ അർത്ഥത്തിൽ എന്തുമാത്രം ഗുണകരമായ, എന്തുമാത്രം ഗുണം കിട്ടുന്ന ഒരു പുണ്യമായ ഒരു കർമ്മമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് നമ്മൾ ആലോചിച്ച് സംസാരിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട, വിവാഹം കഴിച്ച സഹോദരങ്ങളും ആണും പെണ്ണും അറിഞ്ഞിരിക്കേണ്ട പ്രീ മെരിച്വൽ ക്ലാസ് ഇൻഷാ അല്ലാഹ് കണിയാപുരം മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കുവാനുള്ള ഒരു ആലോചന അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നടന്നുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അനധിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് പങ്കുകൊള്ളണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ ഹദീസുകളിലൂടെ, പരിശുദ്ധമായ ഖുർആനിലൂടെ, വളരെ ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ, ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ മൂല്യങ്ങൾ അവിടെ വെച്ച് ഉന്നതരായ പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ ഒരു കാര്യം മതി നമുക്ക് ഉപകാരപ്പെടാൻ. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടാൻ ഒരു കാര്യം മതി എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ക്ലാസ് നമ്മൾ പാഴാക്കി കളയരുത്. എല്ലാവരും പങ്കെടുക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പറയാൻ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു. സർവ്വ കാര്യങ്ങളും തവക്കുലാക്കേണ്ട, റബ്ബിലേക്ക് വരമേൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് രക്ഷകർത്താവേ നീ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ഉപ്പയോടും ഉമ്മയോടും അല്ലാഹുവിന്റെ പരിശുദ്ധ നബി പറയുകയാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? മകളോട് ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു, വാപ്പയോട് വേറൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു. അല്ലാഹുവേ സർവ്വ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളും കടമകളും മുഴുവനും അല്ലാഹ് ഞാനിതാ പൂർത്തിയാക്കി റബ്ബേ. അല്ലാഹുവേ ഞാൻ പൂർത്തിയാക്കി അല്ലാഹ്. ഇനി എന്റെ മകളുടെ സംരക്ഷണം, ഇനി എന്റെ മകന്റെ സംരക്ഷണം പടച്ചവനെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. അവൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പൊന്നുമോനാണല്ലാ. അനവധി നിരവധി വാഹന അപകടങ്ങൾ ഓരോ ദിവസം നടക്കുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും പത്രവാർത്തകളിലൂടെ പടച്ച റബ്ബേ എന്റെ കൺമുമ്പിൽ ഞാൻ അറിയുന്നു അല്ലാ. ഒരുപാട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരോട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കഥ അല്ലാഹുവേ വേദനപ്പെടുത്തുന്ന കഥകൾ റബ്ബേ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലാ, ഒരുപാട് അറിയിച്ചിട്ടുണ്ടല്ലാ. ഞാൻ എന്റെ കടമകൾ മുഴുവനും ചെയ്തുകൊണ്ട് അല്ലാഹുവേ നിന്നിലേക്ക് ഇതാ വരമേൽപ്പിക്കുന്നുവെന്ന് ആ പിതാവിനോട് പ്രാർത്ഥിക്കാൻ, ആ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ലോകത്തിന്റെ ഗുരുവര്യൻ മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുമ്മ ലക അസ്ലംതു. പടച്ചവനെ ഞാൻ നിന്നെ കൊണ്ട് ഇതാ വിശ്വസിക്കുന്നു അല്ലാ, നിനക്ക് ഞാൻ അനുസരിക്കുന്നു അല്ലാ. വബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിക്കുന്നു അല്ലാ. വഅലൈക തവക്കൽതു റബ്ബേ, നിന്റെ മേൽ ഞാൻ ഇതാ വരമേൽപ്പിക്കുന്നു അല്ലാ.
എന്നിട്ട് വേറൊരു ദുആ കുടുംബത്തോടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ മുത്തുനബി നമുക്ക് പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഉമ്മയും വാപ്പയും ചേർന്നുകൊണ്ട്, ഉമ്മയും വാപ്പയും മക്കളും ചേർന്നുകൊണ്ട് കൂട്ടുകുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യാൻ ലോകത്തിന്റെ ഗുരുബോധർ, ലോകത്തിന്റെ ഗുരുവര്യർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കുടുംബസമേതം, കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തോടൊപ്പം, കുടുംബസമേതം അവർ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഒരു ഭാഗ്യം കുടുംബത്തിന് കിട്ടാൻ, ഭാര്യ സ്വർഗ്ഗത്തിലും ഭർത്താവ് നരകത്തിലുമാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവർ, എന്ത് വേദനയാണ്, എന്ത് വേദനയാണ്. മക്കളെല്ലാം സ്വർഗ്ഗത്തിലും വാപ്പയും ഉമ്മയും നരകത്തിലാണെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ല. ഒരു സത്യവിശ്വാസിയിൽ ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ കിടക്കേണ്ടവരാണ്. നമ്മളെല്ലാം രക്ഷപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ്, നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, നമ്മളെല്ലാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മുടെ നേതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, സന്മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്. അത് ബഹുവചന രൂപത്തിൽ ദുആ ചെയ്യണമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഏകവചനത്തിന്റെ സിയ കൊണ്ടാണ് പറഞ്ഞതെങ്കിൽ കൂട്ടായി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ബഹുവചനത്തിന്റെ സിയ ഉപയോഗിച്ച് ദുആ ചെയ്യണമെന്ന് മഹാന്മാരായ ഇമാമുന ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ, അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നല്ലാ, ഒരു വാപ്പയും ഉമ്മയും മക്കളും കൂട്ടുകുടുംബത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയും എന്റെ പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് റമദാന്റെ രാവുകളിൽ, പ്രത്യേകിച്ച് ശഅബാന്റെ രാവുകളിൽ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും മക്കളോടൊപ്പം ഇരുന്ന് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ ഇതാ സന്മാർഗം ചോദിക്കുന്നല്ലാ, ഞങ്ങൾക്ക് സൂക്ഷ്മത ഞങ്ങൾ ഇതാ ചോദിക്കുന്നല്ലാ, മാപ്പ് ഞങ്ങൾ ചോദിക്കുന്നുവെന്ന് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മാപ്പിനെ ചോദിക്കുന്നു, ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി മാപ്പിനെ ചോദിക്കുന്നു, ഒരു പൊന്നുമോൾ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി മാപ്പിനെ ചോദിക്കുന്നു, മാപ്പാക്ക് വാപ്പ മക്കൾക്ക് വേണ്ടി മാപ്പിനെ ചോദിക്കുന്നു, സഹോദരൻ സഹോദരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു, സഹോദരി സഹോദരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. എന്തൊരു ഭംഗിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ മാപ്പ് തരണേ അല്ലാ, ഐശ്വര്യം തരണേ അല്ലാ. സാമ്പത്തികമായ പ്രതിബദ്ധതകൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പിടികൂടുമ്പോ ഞങ്ങളെ എന്റെ വാപ്പായ നീ പരീക്ഷിക്കല്ലേ അല്ലാ, എന്റെ ഉമ്മായ നീ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. എന്നെ കെട്ടിക്കുന്നതിന്റെ പേരിൽ, എന്നെ കെട്ടിച്ചയക്കുന്നതിന്റെ പേരിൽ ഒരു പ്രയാസം പോലും എന്റെ ഉപ്പാക്ക് നീ കൊടുക്കല്ലേ അല്ലാ, എന്റെ ഉമ്മാക്ക് നീ കൊടുക്കല്ലേ അല്ലാ എന്ന് ഒരു പൊന്നുമോള് ദുആ ചെയ്യുമ്പോ, ഒരു പൊന്നുമോൻ ദുആ ചെയ്യുമ്പോ, അല്ലാഹുവേ എന്നെ പഠിപ്പിക്കുന്നതിന്റെ പേരിൽ, എനിക്ക് നല്ലൊരു ജോലി വാങ്ങിത്തരുന്നതിന്റെ പേരിൽ, എനിക്ക് ഞാൻ നല്ലതായി വളർന്നു വരാൻ ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ അന്യനാടുകളിൽ പോയി വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളാക്കി മാറ്റി അറബിയുടെ ആട്ടും തൂപ്പും കേട്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ പിതാവിന് അല്ലാഹുവേ നീ ഐശ്വര്യം കൊടുക്കണേ എന്നൊരു പൊന്നുമോൻ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, ഒരു പൊന്നുമോൾ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കാരുണ്യത്തിന്റെ കേദാരമായ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് പോലും സൂര്യപ്രകാശവും വായുവും വെള്ളവും വെളിച്ചവും കൊടുക്കുന്ന കാരുണ്യത്തിന്റെ കേദാരമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എങ്ങനെ തട്ടിക്കളയും എന്റെ പ്രിയപ്പെട്ടവരെ? ചിന്തിച്ചു നോക്കി നിങ്ങൾ, എങ്ങനെ തട്ടിക്കളയും? അല്ലാഹു ഒരിക്കലും തട്ടില്ല. ആ ദുആ സ്വീകരിക്കും. അല്ലാഹു ആ ദുആക്ക് ഉത്തരം കൊടുക്കും. മുത്തായ നബി പഠിപ്പിക്കുന്നു, ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം കുടുംബത്തോടൊപ്പം ദുആ ചെയ്യലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നിസ്കാര ശേഷമുള്ള ദുആ, കൂട്ടത്തോടെയുള്ള ദുആ, മഴ പെയ്യുമ്പോഴുള്ള ദുആ, ഇൽമു പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ദുആ, വഅദ് പറഞ്ഞതിനു ശേഷം, ഇൽമു പറഞ്ഞതിനു ശേഷമുള്ള ദുആ. അതുകൊണ്ടാണ് വഅദിന്റെ മജ്ലിസിൽ ദുആ ചെയ്യുന്നത്. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അതിനെ ആക്ഷേപിച്ച് പിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന മൗലിയാര്, ഉസ്താദ് പിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ പാപം കിട്ടും. അങ്ങനെയൊന്നും പറയരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, ചില സ്ഥലത്ത് പറയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. എന്താണ്, ഒരു സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ പിരിക്കുന്നത്?
എന്തെങ്കിലും തിന്നടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂർത്തടിക്കാൻ വേണ്ടിയാണ് ഒരു സ്ഥാപനത്തിന്റെ ദീനിയായ ഇൽമിന്റെ സ്ഥാപനത്തിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിജ്ഞാനത്തിന്റെ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി, അതിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ ഉന്നതിക്ക് വേണ്ടി അതിവിടെ തലയുയർത്തി നിൽക്കുന്നിടത്തോളം നമുക്കല്ലേ അഭിമാനം എന്റെ പ്രിയപ്പെട്ടവരെ. എത്രമാത്രം സ്ഥാപനങ്ങൾ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ ഇതര ആശയക്കാരുടെ ഇടയിൽ ഉയർന്നു പൊങ്ങുമ്പോ നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിക്കാൻ, നമ്മുടെ പെൺകുട്ടികളെ നല്ല രീതിയിൽ ഉത്തമയായ കുടുംബിനികളാക്കി മാറ്റിയെടുക്കാൻ നല്ലൊരു സ്ഥാപനം പടുത്തുയർത്തുന്നതിന് വേണ്ടി പിരിക്കുമ്പോ അതിനെന്തിനാക്ഷേപിക്കണം? നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ നബി പറയുകയാണ്, കൂട്ടത്തോടെ നിങ്ങൾ ദുആ ചെയ്യുമ്പോ, കുടുംബസമേതം നിങ്ങൾ ദുആ ചെയ്യുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു സന്ദർഭത്തിൽ മദീനയുടെ മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നോക്കണേ, പെൺകുട്ടിയോട് പ്രാർത്ഥിക്കാൻ ഒരു ദുആ, പാപ്പയോടും ഉമ്മയോടും പ്രാർത്ഥിക്കാൻ ഒരു ദുആ, കുടുംബത്തോടും കുടുംബസമൂഹത്തോടൊപ്പം കൂട്ടുകുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ ഒരു ദുആ. ഇതെല്ലാം ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ഒരിക്കലും അവൾ ഒളിച്ചോടി പോകില്ല. ആ മകൻ ഒരിക്കലും ഉപ്പയുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല, ഉമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല. അഥവാ എന്തെങ്കിലും പ്രേരണയ്ക്ക് വശംവദനായി അവൻ സംസാരിച്ചാലും അവന്റെ മനസ്സിനകത്ത് തൗബയുണ്ടാവും. പടച്ചവനെ, ഞാൻ എന്റെ വാപ്പയെ ഞാൻ ധിക്കരിച്ചല്ലോ, എന്റെ വാപ്പയെ ഞാൻ ചോദ്യം ചെയ്തല്ലോ, ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ, ഞാൻ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, ഞാൻ അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ എന്റെ ഉമ്മയുടെ ഹൃദയത്തിൽ വേദന ഉണ്ടായോ, എന്റെ വാപ്പയുടെ മനസ്സിനകത്ത് വിഷമമുണ്ടായോ, അല്ലാഹുവേ നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് ഈമാന്റെ ലക്ഷണം. കണ്ട, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ കരയുകയുണ്ടായി. ബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുക, ഒരുപാട് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത വളരെ സ്വഹീഹായ ഒരു ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുന്നു. ബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫഖാലു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യബ്കീക യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനു വേണ്ടിയാണ് കരയുന്നത് നബിയേ, അങ്ങ് എന്തോർത്തുകൊണ്ടാണ് കരയുന്നത് നബിയെ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇസ്തഖത്ത് ലി അഹ്ബാബി, ഞാൻ എൻ്റെ മഹബൂബികളെ, എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ ഉമ്മമാർ, എന്റെ സഹോദരിമാർ, എന്റെ സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, രക്ഷകർത്താക്കൾ, കാരണവന്മാർ, വളരെ ശ്രദ്ധിച്ച് എന്റെ ഈ ഹദീസ് കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആദരവായ നബി തങ്ങൾ നമ്മുടെ ഈ ഇടയിൽ ഇപ്പോ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് പോലെ മദീനയുടെ മസ്ജിദ് നബവിയിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ആദരവായ റസൂൽ തേങ്ങി തേങ്ങി കരഞ്ഞപ്പോ സമീപത്തിരുന്ന സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് കരഞ്ഞത് നബിയെ, എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പല സന്ദർഭങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. ആകാശം മേഘാവൃതമാകുമ്പോൾ നബി തങ്ങൾ കരയും. സ്വഹാബത്ത് ചോദിക്കും, എന്തിനാ കരഞ്ഞത്? ഈ ഭൂകമ്പം എങ്ങാനും ഉണ്ടാകാൻ പോകുന്നുവോ, എന്റെ അനുചരന്മാർ നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ അനുയായികൾ നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ നാട്ടിന് നാശം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ട് വേഗം പോയി നിസ്കാരത്തെ ആശ്രയിച്ച് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് കാവൽ ചോദിക്കും. മഴ കൂടുതൽ നീണ്ടു പെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സങ്കടപ്പെടുമായിരുന്നു, റബ്ബേ, ഈ മഴ പണ്ട് നൂഹ് നബിയുടെ സമുദായത്തെ മുക്കിക്കുന്നത് പോലുള്ള ഒരു പ്രളയത്തിന് കാരണമാകുമോ എന്ന് പേടിച്ചത് ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പല സന്ദർഭങ്ങളിലും കരഞ്ഞിട്ടുണ്ട്. ഉമ്മത്തിന്റെ വഴിതെറ്റിയുള്ള നടത്തം, ചെറുപ്പക്കാരുടെ വഴിതെറ്റിയുള്ള നടത്തം, ചെറുപ്പക്കാർ അനാവശ്യമായ നോട്ടങ്ങളിൽ അകപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അതിനെക്കുറിച്ച് ഓർത്ത് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളുടെ അപരത്വം മറയ്ക്കാതെയുള്ള നടത്തം, പെൺകുട്ടികളുടെ വൃത്തികേട് കുറിച്ചുള്ള ചിന്ത, പെൺകുട്ടികൾ മോശമായ പരിതസ്ഥിതിയിൽ വളർന്നു വരുന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. ഈ അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞത് എന്തിനാണെന്ന് സ്വഹാബത്ത് ചോദിച്ചു. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് കരയുന്നത് നബിയെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ എന്നെ സ്നേഹിക്കുന്ന എന്റെ അഹ്ബാബീങ്ങളുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ്.
അവരുടെ വിഷമങ്ങൾ ഓർത്തുകൊണ്ടാണ്, അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവലസ്നാ അഹ്ബാബക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ, ഞങ്ങളല്ലേ നബിയേ അങ്ങയുടെ അഹ്ബാബികൾ, ഞങ്ങളല്ലേ നബിയേ അങ്ങയുടെ ഇഷ്ടദോസന്മാരെന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ, നിങ്ങളല്ല എന്റെ അഹ്ബാബുകൾ, അന്തും അസുഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. അമാ അഹ്ബാബി ഫഹും ഖൗമുൻ യഅതൂന മിൻ ബഅദി യുമിനൂന ബി വലം യറൗനി ശഫീഖുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എന്റെ സ്വഹാബിയാണ്. അമാ അറിയണേ അഹ്ബാബി ഫഹും ഖൗമുൻ യഅതൂന മിൻ ബഅദി യുമിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ, എന്നെ കണ്ടിട്ടില്ലാതെ, എന്റെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ട്, എന്നെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, എനിക്ക് ശേഷം, നിങ്ങൾക്ക് ശേഷം അവസാന കാലഘട്ടത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം കടന്നു വരും സ്വഹാബത്തെ, എന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലി എന്റെ നിയമങ്ങളും എന്റെ കൽപ്പനകളും എന്റെ മര്യാദകളും ഞാൻ പഠിപ്പിച്ച കുടുംബ ബന്ധങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ അത്യാഗ്രഹം കാണിച്ചുകൊണ്ട്, ആഗ്രഹം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അവസാന കാലത്ത് കടന്നു വരും സ്വഹാബത്തെ, അവരാണ് എന്റെ അഹ്ബാബികളെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാന്റെ റസൂല് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണ്, അള്ളാന്റെ റസൂല് സങ്കടപ്പെടുമ്പോ ആ സങ്കടത്തെ മാറ്റി കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ കടമയാണ്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. നബിതങ്ങൾ എന്തിനാണോ സങ്കടപ്പെടുന്നത്, നമ്മുടെ വേദനയെ കുറിച്ച് ഓർത്തുകൊണ്ട്, നമ്മുടെ സങ്കടത്തെ കുറിച്ച്, നമ്മുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലിന്റെ നിയമത്തെ ഈ അവസാന കാലഘട്ടത്തിൽ ആര് സൂക്ഷിച്ച് ജീവിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്നുവോ, അതിനെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുന്നുവോ, അതിനെ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കുന്നുവോ, അവന് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതിനുവേണ്ടിയാണ് റസൂലുള്ള കരഞ്ഞത്, അതിനുവേണ്ടിയാണ് നബിതങ്ങൾ സങ്കടപ്പെട്ടത്, അതിനാണ് നബിതങ്ങൾ വേദനിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, വിശുദ്ധ ഖുർആൻ, വമൻ അഅറദ അൻ ദിക്രി വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. നിങ്ങൾ എന്നെ കുറിച്ച് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, എന്റെ കൽപ്പനകളെ വിസ്മരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, വളരെ വേദനാജനകമായ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് ഞാൻ തരും. ഞാൻ എന്റെ ഇഷ്ടം, എന്റെ സൗന്ദര്യം, എന്റെ വീട്, എന്റെ സമ്പത്ത്, ഞാൻ തോന്നിയതുപോലെ ജീവിക്കുമെന്നൊരു പെണ്ണുങ്ങൾക്ക് തോന്നിയാൽ, ഒരു സഹോദരിക്ക് തോന്നിയാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഞാൻ അവൾക്ക് ഇടുങ്ങിയ ജീവിതം കൊടുക്കും, അവളെ ഞാൻ പരീക്ഷിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇത് സത്യമായി പുലരുമെന്ന ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആദരവായ നബിതങ്ങൾ പറഞ്ഞത്, സൂക്ഷിക്കാൻ എന്റെ പെങ്ങളെ, എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിന്റെ വിശുദ്ധ നിയമങ്ങളെ, പരിശുദ്ധ നബിതങ്ങളുടെ നിയമങ്ങളെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ള പറഞ്ഞത് അള്ളാന്റെ റസൂല് കണ്ടു. ഈ രാത്രിയിലാണ് അതെല്ലാം കണ്ടത്. ഈ രാത്രിയിലാണ് അള്ളാന്റെ റസൂലാരം സംഭവങ്ങളെല്ലാം. റബ്ബിന്റെ ദീനിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവർ, അള്ളാഹുവിന്റെ നിയമങ്ങളെ ധിക്കരിച്ച് ജീവിച്ചിരുന്നവർക്ക് കിട്ടിയ ശിക്ഷയും, അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിച്ചവർക്ക് കിട്ടിയ ഗുണവും അള്ളാന്റെ റസൂല് കണ്ടത് ഈ രാത്രിയിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മുത്തായ നബിതങ്ങള് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് വളരെയധികം വേദനയോടെ, വളരെയധികം സങ്കടത്തോടെ നമ്മളോട് പറയുന്നത്, നിയമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മുഖം തിരിച്ചു നിൽക്കരുതേ, നിയമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മുഖം തിരിച്ചു നിൽക്കരുതേ, നിയമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മുഖം മാറ്റി നിൽക്കരുതേ. അതിനെ സ്നേഹിക്കണം. അതിനെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം. പെൺകുട്ടികൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കണം. ആൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ അറിവുകൾ നേടണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇസ്ലാം പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. ഇസ്ലാമിന്റെ കുറച്ച് യാഥാസ്ഥിതികരായ പണ്ഡിതന്മാർ അതിന് തടസ്സം നിൽക്കുന്നു എന്ന് പ്രചണ്ഡമായ പ്രചരണങ്ങൾ പുറത്തുവിടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ 17-ാം നൂറ്റാണ്ട് മുതലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതെന്ന് ചരിത്രം അവർ തന്നെ എഴുതി വെച്ച ചരിത്രം. ലോകത്തെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഈ അടുത്തല്ലേ ഉണ്ടായത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ 17-ാം നൂറ്റാണ്ട് മുതലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. നമ്മുടെ ഈ നാട്ടിൽ കേരളീയ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരനെന്ന വൃത്തികെട്ട ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്റെ ക്രൂരമായ ഭാഷ നിങ്ങൾ പഠിക്കരുതേ എന്ന് ഉലമാക്കൾ ആഹ്വാനം ചെയ്യുകയും, ആ ഭാഷയെ നമ്മൾ വെറുക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന സാന്ദർഭികമായ സാഹചര്യം ഉണ്ടായപ്പോൾ
ഒരു കാലത്ത് മലബാറിന്റെ ഉലമാക്കൾ, സമസ്തയുടെ ഉലമാക്കൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ സ്ത്രീകളോടൊന്നല്ല പുരുഷന്മാരോടുകൂടും ഇംഗ്ലീഷ് ഭാഷ ഒഴിവാക്കണമെന്ന് ആ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് കൽപ്പിച്ചതാണ്. അല്ലാതെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നല്ല. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ടവരെ, മലബാറിന്റെ നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, ഈ കണിയാപുരത്ത് പരിശോധിച്ചു നോക്കിയാൽ, നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ വിജ്ഞാനം നേടുന്ന എത്രയോ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസകരമായ ഫിഖിന്റെ കിതാബായ തുഹ്ഫത്തുൽ മുഹ്താജ് ദർസ് നടത്തിയ, തന്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത, തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മമാർ മലബാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇതൊരു വെറും കഥയല്ല. തുഹ്ഫത്തുൽ മുഹ്താജ് വലിയ ഉസ്താദന്മാർക്ക് പോലും ദർസ് നടത്താൻ പ്രയാസമുള്ള തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കിതാബ് തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മമാർ മലബാറിൽ ഉണ്ടായിരുന്നു. നോക്കണേ നിങ്ങൾ. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ പാവനമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഹബീബായ നബി തങ്ങളുടെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എത്രയോ ഹദീസുകളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 100-ലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന സ്വഹാബി വനിതകൾ ഉണ്ടായിരുന്നു. ഇതര നാടുകളിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ, കച്ചവടത്തിന് വേണ്ടി പോകുമ്പോ, ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, സംസ്കാരം എത്താത്ത, അറിവെത്താത്ത ജനങ്ങളുടെ ആ ഭാഷ മനസ്സിലാക്കി ആ പെൺകുട്ടികളിലേക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഇസ്ലാമിക പെൺകുട്ടികളെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കേൾക്കുമ്പോൾ പേരെളുപ്പം അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ലോകം ആദരിച്ച 18 വ്യക്തിത്വങ്ങളുടെ ചരിത്രം എഴുതി വെച്ച കൂട്ടത്തിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേര് നമ്മുടെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. അത്രയ്ക്ക് വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമസ്ഥനായ, ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകൾ മനപ്പാടമുള്ള, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ ജീവചരിത്രങ്ങൾ മനപ്പാടമുള്ള, ആയിരക്കണക്കിന് വരുന്ന ഇസ്ലാമിക ശാസ്ത്രങ്ങൾ, ലോക ശാസ്ത്ര സത്യങ്ങൾ മുഴുവനും മനപ്പാടമുള്ള നമ്മുടെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്ന ഖുർആൻ കൊണ്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു, മഹദിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട മഹദി. നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ എന്ന ലോക പണ്ഡിതൻ, ലോക പ്രസിദ്ധനായ പണ്ഡിതൻ, അദ്ദേഹത്തെ അറിയാത്ത ഉലമാക്കളില്ല. അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ ഉസ്താദന്മാർ 3 സഹോദരിമാരായിരുന്നു, 3 സ്ത്രീകളായിരുന്നതിൽ ഒന്നാമത്തവർ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഖുദ്സിന്റെ മോചനത്തിലൂടെ മുസ്ലിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കയറിക്കൂടിയ ലോകത്തിന്റെ വിപ്ലവ നായകൻ ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരി ബഹുമാനപ്പെട്ട മോനിസ റഹ്മത്തുള്ളാഹി അലൈഹി, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഷാഫിയ റഹ്മത്തുള്ളാഹി അലൈഹി, മറ്റൊന്ന് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്നവരുടെ പുത്രി സൈനബ എന്നവർ. ഈ 3 പേരായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ എന്ന വലിയ പണ്ഡിതന്റെ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് എഴുതി വെച്ച, ഒരുപാട് ജീവചരിത്രങ്ങൾ എഴുതി വെച്ച, ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ച ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതന്റെ ഉസ്താദ് മാർ. അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കി. ഇസ്ലാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവകാശം പറയുന്ന, വിദ്യാഭ്യാസം കൊടുക്കാൻ കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അള്ളാഹുവിന്റെ പാവനമായ ഖുർആൻ മനപ്പാടമുള്ള എത്ര ഹാഫിളുകളാണ് ഇന്ന് നമ്മുടെ ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ വഫിയ കോളേജ് തന്നെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയൊരു മാറ്റമാണ് കേരളത്തിൽ തുടക്കം കുറിക്കാൻ പോകുന്നത്. വീടുകളിൽ വളരെ ഇസ്ലാമിക ബോധമുള്ള സ്ത്രീ സമൂഹം വളർന്നു വരുമ്പോ ഒരു കുടുംബത്തിൽ ഒരാൾ മതി എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബം നന്നാകാൻ. ഒരു ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരെല്ലാം ഇന്ന് പ്രബോധന രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 100 കുട്ടികൾ ഇറങ്ങുമ്പോ അതിനകത്ത് 10 പെൺകുട്ടികൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, സൂക്ഷ്മമായി അവർ പഠിച്ച, അവർ പകർന്നു കിട്ടിയ അറിവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുമ്പോ അവർ ജീവിക്കുന്ന സമൂഹം എത്ര ഉഷാറാകും, എത്ര നന്നാകും എന്റെ പ്രിയപ്പെട്ടവരെ. അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, പെൺകുട്ടികൾക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കണം. ആ അറിവ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് തവക്കുല് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹുവിനോടും അവന്റെ ഹബീബായ നബിതങ്ങളോടും നബിതങ്ങളുടെ സ്വഹാബത്തിനെ കുറിച്ചുള്ള ചരിത്രവും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്?
അള്ളാന്റെ റസൂൽ തന്നെ അതിന് കാരണം പറയുന്നു, പുരുഷന്റെ പാതിയാണ്, പുരുഷന്റെ പകുതിയാണ് സ്ത്രീ. പുരുഷൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സ്ത്രീ നിലനിന്നേ പറ്റൂ. അതാണ് റസൂൽ പറയുന്നത്. പുരുഷൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, പുരുഷവർഗം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സ്ത്രീകൾ നിലനിൽക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുന്നവരെ വളർത്തിയെടുത്ത പെൺകുട്ടികളെ കെട്ടിക്കാൻ പ്രയാസമാണെന്നതിന്റെ പേരിൽ ആ കുഞ്ഞുങ്ങളെ കെട്ടിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന പിതാവിനെ, തോന്നിയതുപോലെ ജീവിക്കുന്ന സഹോദരനെ അതിശക്തമായ നിലയിൽ ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വളരെ വ്യക്തമായ താക്കീത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നബി തങ്ങൾ പറയുകയാണ്, നീചനാണ്, നികൃഷ്ടനാണ് പെൺകുട്ടികളെ ഒഴിവാക്കുന്നവർ, പെൺകുട്ടികളെ കാണാതെ പോകുന്നവരെന്ന്, പെൺകുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാത്തവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ആക്ഷേപിക്കുന്നവർ, അവരെ കുറ്റപ്പെടുത്തുന്നവർ, അവരെ വേദനിപ്പിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അകറമഹുന്ന ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈൻ. നീചനാണ്, നീചനും അതുപോലെ തന്നെ മാന്യനല്ലാതെ, മാന്യന്മാർ മാത്രമേ അവരെ ആദരിക്കുകയുള്ളൂ. റസൂൽ പറയുക, സ്ത്രീകളെ ആദരിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയാൽ അവനാണ് മാന്യൻ. ആരാണ് മാന്യൻ എന്ന് സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞത്, മാന്യൻ ആരെന്നറിയുമോ? ആരാണ് സ്ത്രീകളെ ബഹുമാനിക്കാൻ മനസ്സ് തോന്നുന്നത്, ആരാണ് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുന്നത്, അവനാണ് മാന്യനെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആരാണ് നിന്ദ്യൻ, ആരാണ് മോശപ്പെട്ടവൻ? നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ കുറ്റം പറയുന്നവർ, പെണ്ണുങ്ങളെ അകാരണമായി ഗീബത്ത് പറയുന്നവർ, പെൺമക്കളെ കുറ്റം പറയുന്നവർ, സഹോദരിമാരെ ഗീബത്ത് പറയുന്നവർ, അവരാണ് നിന്നിരുന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആമിറുൻ നിസാ ഫീ ബനാതിഹിന്ന, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി ശക്തമായ താക്കീത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ ഉമ്മമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഉമ്മയിൽ ഒരു മാതൃക ആ പെൺകുട്ടിക്ക് വേണം. ഉമ്മ ദുആ ചെയ്ത്, ആ ഉമ്മ നിസ്കരിച്ച് റബ്ബിനോട് കരയുന്നത് ആ പെൺകുട്ടിയുടെ മാനസാന്തരങ്ങളിൽ മാറ്റമുണ്ടാക്കണം. ഉമ്മ ഇരുന്ന് TV കാണും, ഉമ്മ ഒരു സീരിയലും വിടൂല. പിന്നെ എങ്ങനെ മകള് കാണാതിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, എന്താണ് സീരിയലിന്റെ ഒരു രൂപം? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. സീരിയൽ എന്താണ്? സീരിയൽ അത് തയ്യാറാക്കുന്നത് ആരാണ്? ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? സാങ്കല്പികമായ കഥകൾ, ലോകത്ത് ഇതര സമുദായങ്ങൾക്കിടയിൽ, അക്രമികൾക്കിടയിൽ നടക്കുന്ന ആ അക്രമങ്ങളെയും ബന്ധങ്ങളെയും കൊലപാതകങ്ങളെയും പൊടിപ്പും തങ്ങലും വെച്ച് ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നവരാണ് അതിന്റെ തിരക്കഥ എഴുതുന്നവർ. 5 നേരം നിസ്കാരമുള്ള ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അള്ളാഹുവിന് ഭയമുള്ള, ആഖിറത്തിൽ വിശ്വാസമുള്ള ഒരാളെ സീരിയലിന്റെ തിരക്കഥ എഴുതുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അവരുടെയൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ, ലോകത്ത് അനാശാസ പ്രവണതകൾ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജൂത ലോബികളുടെ കുതന്ത്രങ്ങളിൽ അവരുടെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇത്തരം സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുന്നത്. അത് കണ്ടിട്ടാണ് നമ്മുടെ ഉമ്മമാർ കരയുന്നത്. ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് കരയേണ്ട കണ്ണുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയേണ്ട കണ്ണുകൊണ്ട് സീരിയലിൽ അഭിനയിക്കുന്ന നടിമാരുടെ കരച്ചിൽ കണ്ട് കരഞ്ഞു പോവുകയാണ് നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്, ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ള പറയുന്നു, അവസാന കാലഘട്ടങ്ങളിൽ ഉപകരണങ്ങൾ കൊണ്ട് യന്ത്രങ്ങൾ കൊണ്ട് വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമുദായം കടന്നു വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവരെ നിസ്കരിക്കുന്നവരാണോ നബിയെ? അവരെ നോമ്പ് പിടിക്കുന്നവരാണോ നബിയെ? അവര് ഹജ്ജ് ചെയ്യുന്നവരാണോ നബിയെ? അവര് സ്വതക കൊടുക്കുന്നവരാണോ നബിയെ? ബലാ, അല്ലാഹുവിന്റെ
റസൂല് പറഞ്ഞു, അതെ, അവരെ നിസ്കരിക്കും. പക്ഷെ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപകരണങ്ങൾ കൊണ്ട് വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അവര് ഹജ്ജ് ചെയ്യും. ഹജ്ജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഉപകരണങ്ങൾ കൊണ്ട് അവരുടെ സമയം നേരം പോക്കിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവര് നോമ്പ് പിടിക്കും. ആ നോമ്പിൽ അവരുടെ ദിവസങ്ങൾ അവർ നീട്ടിക്കളയുന്നത്, ആ നോമ്പിൽ അവരുടെ വേദനകളും അവരുടെ വിശപ്പുകളും അവർ അറിയാതിരിക്കുന്നത് ഈ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മൊബൈലിനെ കുറിച്ചല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്? മൊബൈൽ വേണ്ടെന്നല്ല പറയുന്നത്. കാരണമായി എത്രയെത്രയോ സമയങ്ങളാണ് ഫേസ്ബുക്കിന്റെ പേരിൽ, ട്വിറ്ററിന്റെ പേരിൽ എത്രയെത്രയോ ദുഷ്ട കൂട്ടുകെട്ടുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ വഴിതെറ്റാൻ, അത് പതിയിരുന്നു കൊണ്ട് വളരെ തന്ത്രപൂർവ്വം സംസാരിക്കാൻ, വളരെ നല്ല രീതിയിൽ ഡയലോഗുകൾ അയക്കാൻ പഠിപ്പുള്ള, അതിന് പരിചയമുള്ള ഒരു ഭാഗത്ത് വളരെ ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. നിങ്ങൾ നോക്കൂ, സ്ത്രീയുടെ സൗന്ദര്യത്തെ മാത്രം മോഡൽ വൽക്കരിച്ചുകൊണ്ട് സ്ത്രീയുടെ സൗന്ദര്യത്തിന് വേണ്ടി മത്സരം നടത്തുന്നവർ എന്തുകൊണ്ട് പുരുഷന്റെ സൗന്ദര്യത്തെ കാണുന്നില്ല? ആ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. സ്ത്രീ വെറും സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, യൂറോപ്യൻ നാടുകളിൽ സംഭവിച്ചു പോയ തകരാറുകളല്ലേ? അവരുടെ സൗന്ദര്യത്തിന്റെ പ്രായത്തിൽ മാത്രം സ്ത്രീകൾക്ക് ആദരവ് കൊടുക്കുന്ന ആ സൗന്ദര്യത്തിന്റെ ശരീരം, ആ ശരീരത്തിൽ നിന്ന് സൗന്ദര്യം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആ ഉമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കി അവരുടെ ചർച്ചകൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഉമ്മയെ പരിചരിക്കാൻ നേഴ്സിനെ ഏർപ്പെടുത്തിക്കൊണ്ട്, ആ ഉമ്മയെ പരിചരിത്താൻ വേറൊരു സഹോദരങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ സംസ്കാരം എന്ന് വ്യാപിക്കുകയാണ്. അള്ളാന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? സ്ത്രീ അവളുടെ സൗന്ദര്യം നിലനിൽക്കുന്നിടത്തോളം, അവളുടെ സൗന്ദര്യം നിലനിൽക്കുന്നില്ലെങ്കിലും അവള് രോഗിയായാലും, അവള് വൃദ്ധയായാലും, അവള് മാതാവായാലും, അവള് മകളായാലും, അവള് സഹോദരിയായാലും, ജീവിതം ഈ ലോകം നിലനിൽക്കണമെങ്കിൽ അവര് ജീവിക്കണം. അവരുടെ കണ്ണുനീർ തുള്ളികൾ ഈ ലോകത്ത് വീണാൽ ആരാണോ കാരണക്കാരൻ, ആരാണ് ആ കണ്ണുനീർ തുള്ളികൾ വീഴാൻ കാരണക്കാരൻ, അവന് അള്ളാഹു പരീക്ഷിച്ചിട്ടല്ലാതെ, അവൻ അള്ളാഹു തആല കടുത്ത പരീക്ഷണങ്ങൾ കൊടുത്തിട്ടല്ലാതെ അവന്റെ ആത്മാവിനെ അള്ളാഹു പിടിക്കുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ മുത്തായ നബിതങ്ങളാണ് പഠിപ്പിച്ചത്. യന്ത്രങ്ങളുടെ സഹായം കൊണ്ട് വിനോദങ്ങളിൽ ഏർപ്പെടും. നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ വാങ്ങിക്കൊടുക്കുന്ന ഉപകരണം വാങ്ങിക്കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ അതിന്റെ ഗുണവും അതിന്റെ ദുഷ്ഫലങ്ങളും പറഞ്ഞു കൊടുക്കണം. എന്തെല്ലാം തെറ്റുകളിലേക്കാണ് പറന്നു ചെല്ലുക, എന്തെല്ലാം തെറ്റുകളിലേക്ക് ആൺകുട്ടികൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ, അവരുടെ ആ നോട്ടം, അവരുടെ ആ കാഴ്ച മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയും. ആധുനിക ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാര് പറയുന്നു, നിരന്തരം വൃത്തികേടുകൾ കണ്ടാൽ, നിരന്തരം സംഗീതം, ഒരു പ്രത്യേക തരത്തിലുള്ള സംഗീതം ആസ്വദിച്ചാൽ ആ ഹൃദയത്തിൽ, ആ ബുദ്ധിശക്തിയിൽ അവന്റെ തോത്, ആ വളർച്ച കുറയും, അവന്റെ ചിന്താശക്തി കുറയും. എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം അവന്റെ ആന്തര അവയവങ്ങളിൽ അവന്റെ കിഡ്നിക്കും കരളിനും ഹൃദയത്തിനും എന്ന് മാത്രമല്ല ശരീരത്തിന്റെ, അവന്റെ ലങ്സിലും അവന്റെ ശരീരത്തിന്റെ ആന്തര അവയവങ്ങൾക്ക് മാരകമായ രോഗങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളും വരുമെന്ന് ഞാനല്ല പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. ശാസ്ത്രം പറയുകയാണ്, ഡോക്ടർമാര് പറയുകയാണ്, ആധുനിക ഡോക്ടർമാർ പറയുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വിനോദ യന്ത്രങ്ങളുടെ മുമ്പിൽ സമയം ചെലവഴിച്ചു കളയുന്നു. അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ അവന്റെ ഒഴിവ് സമയം. ഈ സമയം പ്രത്യേകിച്ച് ഈ ശഅബാൻ മാസം, വരാൻ പോകുന്ന റമളാൻ മാസം, കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അവന് ദിക്ർ ചൊല്ലിക്കൊണ്ട്, അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, അവനോട് പൊറുക്കൽ ചോദിച്ചുകൊണ്ട്, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, ധർമ്മം ചെയ്തുകൊണ്ട്, രോഗികളെ സന്ദർശിച്ചുകൊണ്ട് എന്തെല്ലാം സൽപ്രവർത്തനങ്ങളുണ്ടോ ആ സൽപ്രവർത്തനങ്ങൾ മുഴുകി കഴിയേണ്ട ദിവസങ്ങൾ വെറുതെ ഇങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആമിറുൻ നിസാഫി ബനാതിഹിന്ന, പെണ്ണിന്റെ കാര്യത്തിൽ പെണ്ണുങ്ങളെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഉമ്മയാണ് പെൺകുട്ടികൾക്ക് മാതൃകയാകേണ്ടത്. ലിഅന്ന ഹിജറൽ ഉമ്മി അവ്വലു മദ്റസത്തുൽ ഇബ്തിദായിയ, ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ പാഠശാല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ പെൺകുട്ടി വഴിതെറ്റിയതിന്റെ പേരിൽ ആദ്യം ചോദിക്കുന്നത് ആ ഉമ്മയോടായിരിക്കും. ആ ഉമ്മയെ ചോദിച്ചതിന് ശേഷം മാത്രമേ ആ വാപ്പയോട് ചോദിക്കുകയുള്ളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി.
അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അതിന്റെ ഗുണദോഷങ്ങൾ, അതിന്റെ നല്ലതും ചീത്തയും നമ്മൾ തിരിച്ചറിയണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ വളർത്തിയെടുത്ത് വലുതാക്കി ആ കുട്ടികളെ കെട്ടിച്ചയക്കുമ്പോഴാണ്, അങ്ങനെ ആ പെൺകുട്ടി കതിർമണ്ഡപത്തിലേക്ക് വരുമ്പോഴാണ് ആ മണവാട്ടി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ പെൺകുട്ടി കാരണം ആ സഹോദരൻ, അല്ലെങ്കിൽ ആ ആപ്പ, അല്ലെങ്കിൽ ആ മകൻ, അല്ലെങ്കിൽ ആ കൊച്ചാപ്പ, അല്ലെങ്കിൽ മാമ, ആര് തന്നെയാകട്ടെ, പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇതുപോലുള്ള നിയമങ്ങളും കാര്യങ്ങളും ആ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പെൺമക്കളൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസങ്ങളിൽ പഠിച്ച് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് വളരെ വലിയ ഉന്നതമായ മേഖലകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ മക്കൾക്ക് അറിവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് പറയുവാനുള്ളത്, ഈ കാലഘട്ടത്തിൽ മൊബൈലിന് നാം അടിമപ്പെട്ടാൽ, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾക്ക് നാം അടിമപ്പെട്ടാൽ, മദ്യങ്ങൾക്ക് നാം അടിമപ്പെട്ടാൽ, തമാശയ്ക്ക് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു തുള്ളി പോലും നമ്മുടെ വായിലേക്ക് കടന്നു പോകരുത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മദ്യത്തിന്റെ ഒരു അംശം പോയാൽ വർഷങ്ങളോളം നല്ലത് കേൾക്കുന്നതിൽ നിന്നും അത് തടസ്സപ്പെടും. മയക്കുമരുന്നിന്റെ ഒരു അംശം അവന്റെ ശരീരത്തിലേക്ക് പോയാൽ എല്ലാവർക്കുമല്ല, ചിലർക്ക് വർഷങ്ങളോളം നല്ലത് കേൾക്കാൻ കഴിയില്ല. ആ രീതിയിൽ നന്മയെ തൊട്ട് അല്ലാഹു തടഞ്ഞു കളയും. ഹറാമായ കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ആ കണ്ണുകൊണ്ട് നല്ലത് നോക്കാൻ അവസരം അല്ലാഹു തരില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ണും ചെവിയും നാവും ഹൃദയവും എല്ലാം തീർച്ചയായും വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ. അല്ലാഹു പറയുന്നു, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത, അല്ലാഹു കൊടുത്ത ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് പരലോകത്തെ നരകത്തെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ണുണ്ടായിട്ട് നല്ലത് കാണാത്ത, ചെവിയുണ്ടായിട്ട് നല്ലത് കേൾക്കാത്ത, നാവുണ്ടായിട്ട് നല്ലത് പറയാത്ത ഒരു വിഭാഗം, അവർക്ക് വേണ്ടിയാണ് നരകം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലത് ചിന്തിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലത് കേൾക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലതിനെ കുറിച്ച് കാണാൻ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കാണുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പെൺമക്കൾ നമുക്ക് സ്വർഗം നിർബന്ധമാക്കി തരുന്നത്, ആ ആൺമക്കൾ നമുക്ക് സ്വർഗം നിർബന്ധമാക്കി തരുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആമിറുൻ നിസാ ഫീ ബനാതിഹിൻ. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, നിങ്ങൾ കൂടുതൽ ജാഗ്രത കാണിക്കണം. കാരണം എന്തെന്നറിയുമോ, അൽ മറഅത്തുൽ ഹസന, സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന ആ കുടുംബത്തിന് അല്ലാഹുവിന്റെ സംരക്ഷണം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു തആല അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന്, ആ പെൺകുട്ടി വളർന്നു എന്ന ഒറ്റ കാരണത്താൽ, ആ പെൺകുട്ടി ജീവിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ കുടുംബത്തിൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്ന് മാത്രമല്ല, ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം 3 എണ്ണമാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ആദം മക്കളുടെ, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. അള്ളാന്റെ റസൂല് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം 3 എണ്ണമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ 3 കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പറയുകയാണ്, ആദരവായ നബിതങ്ങൾ പറയുകയാണ്, മിൻ സആദത്തി ബിനി ആദമ സലാസത്തുൻ വമിൻ ശഖാവതി ബിനി ആദമ സലാസത്തുൻ. ഒരു മനുഷ്യന്റെ ദുർഭാഗ്യവും 3 കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ട 3 കാര്യത്തിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അൽ മർഅതു സ്വാലിഹാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വാലിഹായ പെണ്ണാണ് ഒരു മനുഷ്യന്റെ ആദം സന്തതികളുടെ, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, സ്വാലിഹത്തായ പെണ്ണാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന, വാപ്പയെ അനുസരിക്കുന്ന, കുടുംബങ്ങളെ ബഹുമാനിക്കുന്ന, മാനിക്കുന്ന സ്വാലിഹത്തായ പെണ്ണാണ് ദുനിയാവിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഇതിനെ തിരിച്ചറിയണമെങ്കിൽ പെണ്ണിനെ കൊണ്ട് വേദനിക്കുന്ന കുടുംബങ്ങളെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. എത്ര വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ എന്റെ ചൂണ്ടുവിരൽ കൊണ്ട് താനൊന്ന് വിരലനക്കിയാൽ 10,000 വരുന്ന സൈന്യങ്ങൾ പറയുന്നിടത്ത് നിൽക്കുന്ന വലിയ സൈന്യാധിപന്മാർ സ്വന്തം ഭാര്യയുടെ കാര്യം ഓർത്തുകൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുത്തെങ്കിൽ
മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ പെണ്ണാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അത് വെറുതെ ഇങ്ങനെ സ്വാലിഹാവൂല, അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ, അതിനാവശ്യമായ ആദാബ് മര്യാദകൾ ഉമ്മമാരും ബാപ്പമാരും സഹോദരങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത് അള്ളാഹുവിൽ വരമേൽപ്പിക്കണം. അപ്പോൾ മാത്രമേ പെണ്ണ് സ്വാലിഹാവുള്ളൂ. പെണ്ണ് സ്വാലിഹായാൽ അവൾ ഏത് കുടുംബത്തിലാണോ ജീവിക്കുന്നത്, അവൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത്, ഏത് നാട്ടിലാണോ ജീവിക്കുന്നത്, ആ നാട്ടിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതേപോലെ തന്നെ റസൂലുള്ള പറയുന്നു, അതോടൊപ്പം അമിൻ ശഖാവതി ഇബ്നി ആദം, ആദം സന്തതികളുടെ ഭാഗ്യക്കേട്, അവന്റെ നാശത്തിൽ ഏറ്റവും പ്രധാനം അൽ മർഅത്തു സൂ, ചീത്തയായ പെണ്ണാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നോക്കണേ നിങ്ങൾ, വ്യഭിചാരം, ശരീരം വിറ്റ് വ്യഭിചരിച്ച പെണ്ണിന്റെ കുടുംബം, അതിന്റെ ഉമ്മ, അതിന്റെ അച്ഛൻ, അതിന്റെ അമ്മ ഇന്ന് എന്തുമാത്രം വേദനിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ലോകത്ത് മന്ത്രിമാരുടെ മുമ്പിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തന്റെ ഭർത്താവിനെ ചതിപ്രയോഗത്തിലൂടെ കൊന്നിട്ട്, അന്യനായ ഒരു പുരുഷനെ അവന്റെ ഭാര്യയെ കൊന്നിട്ട് അവനുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് കാമുകന്മാരായി കഴിയുന്ന പെണ്ണ്, ആ പെണ്ണ് അവന്റെ മാതാവിനെ, അവളുടെ ഉമ്മയെ, അവളുടെ കുടുംബത്തെ, അവളുടെ സമൂഹത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. അള്ളാന്റെ റസൂൽ എത്ര കൃത്യമായത് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഭാഗ്യക്കേട് അൽ മർഅത്തു സൂ, ചീത്ത പെണ്ണാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയാണ് പെണ്ണ് ചീത്തയാകുന്നത്? എങ്ങനെയാണ് പെണ്ണ് ചീത്തയാകുന്നത്? നിങ്ങൾ നോക്കൂ. ആറ്റിങ്ങലിന്റെ അടുത്ത് നടന്ന കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിച്ചില്ലേ? നമ്മളെല്ലാം ആലങ്കോടിന്റെ അടുത്ത് നടന്ന ലോകം കണ്ട ഏറ്റവും മൃഗീയ കൊലപാതകങ്ങളിൽ ഈ കൊച്ചു കേരളത്തിൽ പോലും സാംസ്കാരികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നടന്ന കൊലപാതകം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം മകളെ കൊല്ലാൻ, ഭർത്താവിന്റെ ഉമ്മയെ കൊല്ലാൻ, ഭർത്താവിനെ കൊല്ലാൻ കാമുകന് ആവശ്യമായ ഗൈഡൻസുകൾ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ട് ആ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ ഫോട്ടോ കാമുകൻ അവിടെ നിന്ന് അയച്ചു കൊടുക്കുമ്പോ വാട്സപ്പിലൂടെ അതിനെ നോക്കി രസിച്ച് യാതൊരു സങ്കോചവുമില്ലാതെ ജോലി ചെയ്ത ഈ ടെക്നോ പാർക്കിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി ജീവിച്ചത്? ആ പത്രക്കാർ അതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോ ആ പെൺകുട്ടി അവൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്? അവൾ ഉപയോഗിച്ച മൊബൈലും, അവൾ ഉപയോഗിച്ച വാട്സപ്പുകളും, അവൾ ഉപയോഗിച്ച ഫേസ്ബുക്കുകളും, അവളുടെ കൂട്ടുകാരും, അവളുടെ സഹോദരങ്ങളും, അവൾ ഏർപ്പെട്ട മേഖലകളും, അവര് ജോലി ചെയ്ത ചുറ്റുപാടുകളുമാണ് അവളെ ഈ ക്രൂരകൃത്യത്തിലേക്ക്, ഈ മോശമായ ഈ പ്രവർത്തനത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആ പെണ്ണ് കാരണം ഇന്ന് ആരെല്ലാം വേദനിക്കുന്നു, ആരെല്ലാം വേദനിക്കുന്നു. മാന്യനായ ഒരു ഉദ്യോഗസ്ഥൻ, KSEB-യിൽ ജോലിയുള്ള മാന്യനായ ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി എന്തൊരു നല്ല ഭർത്താവ്, എന്തൊരു സ്നേഹമുള്ള കുടുംബമായിരുന്നു. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ, ഒന്നും രണ്ടുമല്ല. പത്രം വായിക്കുന്ന, വാർത്തകൾ കേൾക്കുന്ന, മീഡിയകൾ അറിയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു കാലത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും വികസനം എത്താത്ത കാടൻ രാജ്യങ്ങളിൽ നടന്നിരുന്ന ക്രൂരമായ മൃഗങ്ങളെ പോലും രചിപ്പിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ കൊലപാതകം ഇന്ന് നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ നടക്കുമ്പോ, ഈ കൊച്ചു കേരളത്തിന്റെ ഓരോ പഞ്ചായത്തിലും നടക്കുമ്പോ ലജ്ജിച്ച് തലതാഴ്ത്തണം. നാം പേടിക്കണം. അല്ലാഹുവിന്റെ അദാബ് നമ്മുടെ കേരളത്തിൽ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം, കുഴപ്പത്തെ സൂക്ഷിക്കണം. നിങ്ങളിൽ അക്രമം ചെയ്യുന്നവരെ മാത്രം നോക്കിക്കൊണ്ടല്ല അല്ലാഹുവിന്റെ ശിക്ഷ എത്തുന്നത്. അതുകൊണ്ട് ഉത്തമ സമൂഹമേ, ഭൗതിക സമൂഹമേ, നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൽ അക്രമം ചെയ്യുന്ന പെണ്ണ്, അക്രമം ചെയ്യുന്ന മോശമായ സാഹചര്യത്തിൽ വളരുന്ന പെണ്ണൊരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, അങ്ങനെ ഉണ്ടായാൽ അവള് കാരണം അല്ലാഹുവിന്റെ ഭവിഷ്യത്ത് വരുമ്പോ ആ ഭവിഷ്യത്തിന് നിങ്ങളും അർഹരാകും. അതുകൊണ്ടാണ് ഭൂകമ്പങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ നിരപരാധികൾ അതിനകത്ത് പെടുന്നു, എത്രയോ നിരപരാധികൾ. അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനെ ഞാൻ വിവരിക്കുന്നില്ല, അതിനെ ന്യായീകരിക്കുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേദനയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ കഴിയില്ല. ആ ഭൂകമ്പത്തിന്റെ ഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, അല്ലാഹു എത്രയും വേഗം ആ പാപങ്ങൾക്ക് പടച്ചവനൊരു മോചനം കൊടുക്കട്ടെ. വേദനകൾ അനുഭവിക്കുന്ന യുദ്ധരണാങ്കണത്തിൽ ഇന്നിതാ സൗദിയുടെ ലെബനാനിൽ, അതുപോലെ തന്നെ
ഭൂമിയിൽ നജ്റാനിൽ യമനിലും അതുപോലെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധക്കെടുതിയിൽ അകപ്പെടുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ കുറ്റം പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും അവിടുത്തെ പെൺകുട്ടികൾ, അവിടുത്തെ ആൺകുട്ടികൾ വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാതെ, ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ, ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ, ഭൂകമ്പങ്ങളുടെയും അതുപോലെ തന്നെ ബോംബിന്റെയും ദുർഗന്ധം നിറഞ്ഞ ആ വാസനകൾ ഓരോ ദിവസവും ശ്വസിച്ചുകൊണ്ട് കഴിയേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് അള്ളാഹു എത്രയും വേഗം അവർക്ക് മോചനം കൊടുക്കട്ടെ. അള്ളാഹു എത്രയും വേഗം അവർക്ക് സംരക്ഷണം കൊടുക്കട്ടെ. നമ്മെയും നമ്മുടെ നാടുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്തു റസൂല് പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്, മനുഷ്യവർഗത്തിന്റെ ഭാഗ്യമാണ് അൽ മർഅത്തു സ്വാലിഹ, ഒരു മനുഷ്യവർഗത്തിന്റെ നിർഭാഗ്യമാണ് അൽ മർഅത്തു സൂ. അപ്പോഴാണ് കതിർ മണ്ഡപത്തിലെ മണവാട്ടി യഥാർത്ഥ മണവാട്ടിയാവുക. എന്റെ പ്രിയപ്പെട്ടവരെ, മേക്കപ്പ് ഒരുക്കി ഒപ്പനപ്പാട്ടിന്റെ അകമ്പടിയോടെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന പട്ടുസാരി ഉടുപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് മോശമായ ചുറ്റുപാടിൽ വളർത്തിയെടുത്ത് മണവാട്ടിയാക്കിയാൽ ആ മണവാട്ടി ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. അതുകൊണ്ട് ആ കുട്ടികളെ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്, കുടുംബങ്ങളുടെ കടമയാണ്, സഹോദരങ്ങളുടെ കടമയാണ്. കാരണം ഒരു സമൂഹത്തിൽ, ഒരു സമുദായത്തിൽ ഒരു പെൺകുട്ടി വഴിതെറ്റിയാൽ ആ സമുദായത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ